അമ്മേ ദേ ദേ ഇത് കണ്ടോ, ഇതാ ഇവിടുത്തെ ഗ്രാമർ സ്കൂൾ. ഇവിടുത്തെ വലിയൊരു സ്കൂളാണ് ഇത്. നമ്മുടെ മോനെ ഇവിടെ വെച്ച് പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കുവൈറ്റിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിലെക്കാട്ടിലൊക്കെ വ്യത്യസ്തമാണ്. ഇങ്ങനത്തെ സ്കൂളിൽ കിട്ടണമെങ്കിലേ ഇവിടെ ഈ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് പാസ്സാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒത്തിരി അധികം നാളുമായി. അത് കുഴപ്പമില്ല മോനെ, എല്ലാം ശരിയാവും. ഹായ് ബിനോയ്. ഹാ ബാബുച്ച, ശരിയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഓ, ഞാൻ ഈ സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് കാണാൻ വന്നേ ബാബുച്ച. ബാബുച്ചൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നത്? അതെ, അവൻ 2 വർഷമായല്ലോ. അയ്യോ, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ബാബുച്ച? അതിന് എനിക്കറിയാവുന്ന ഒരു അക്കാദമി ഉണ്ട് ഇവിടെ, ഒരു 369. ഓ, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ബാബുച്ച? അത്രയൊന്നുമില്ലെന്നേ. അത് നല്ലൊരു കാര്യമാണ്. ബാബുച്ചൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ബിനോയ്, ഇതൊരു മലയാളിയോ കേട്ടോ. ബിനോയ്ക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരോട് ചോദിക്കുകയും ചെയ്യും. അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? 369 അക്കാദമി. ബിനോയ് ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ വിളിച്ചു.